ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണോ വിശ്വസിക്കണു. ഞാൻ ഇന്ന് പുതിയ ഒരു അടുക്കളയിലോട്ടാണ് നിൽക്കുന്നത്. എവിടെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. രാവിലെ റബ്ബർ പാലെടുക്കാനും ഷീറ്റടിക്കാനും ഒക്കെ വേണ്ടി അവിടെ പോയപ്പോൾ അമ്മയ്ക്ക് പനിയായിട്ട് കിടക്കണു. അങ്ങനെ അമ്മ അടുക്കളയിൽ കയറിയില്ല, ചോറൊന്നും വെച്ച ലക്ഷണമൊന്നും കണ്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ മോൻ അവിടെ ഉണ്ട്. മോന് ഉച്ചയ്ക്ക് ചോറൊന്നുമില്ല, അവിടെ ഹോട്ടലിൽ നിന്ന് എടുക്കാനൊക്കെ പറയണ കേട്ടു. അങ്ങനെ ഞാൻ പിന്നെ കയറി കുറച്ച് അരിയിട്ട് കഞ്ഞി വെച്ച് കുറച്ച് 1-2 കറികളൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പാലൊക്കെ എടുത്തിട്ട് വന്നതിൻ്റെ കുറേ ഹാങ് ഓവറൊക്കെ എനിക്കുണ്ട്. എങ്കിലും ഞാനതൊക്കെ വക വയ്ക്കാതെ എല്ലാം ചെയ്ത് പറക്കി കൊടുത്തു. ഞാൻ പാലെടുപ്പും ഷീറ്റടിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ മീനൊക്കെ അറുത്ത് കഴുകിയൊക്കെ റെഡിയാക്കി വച്ചു. അതിന് ശേഷം മീൻ അരയ്ക്കാനുള്ള തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, എല്ലാവരും സഹായിക്കണം. അങ്ങനെ മീനിന് വേണ്ടി തേങ്ങയൊക്കെ തിരുമ്മി റെഡിയാക്കി അങ്ങനെ മീൻ അരയ്ക്കാൻ പോവുകയാണ്. അരയ്ക്കാനൊക്കെ മിക്സിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് വന്നു. പനിച്ചരിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് പായം കെട്ട് കിടന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയപ്പം എൻ്റെ പിറകെ ഇറങ്ങി വന്നു. വന്ന് നിന്ന് എല്ലാം സഹായിക്കുകയാണ്, ആളായിട്ട് നിന്നൊക്കെ സഹായിക്കുകയാണ്. അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ എല്ലാം വയ്ക്കണത്. അങ്ങനെ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കുറേ വാരി ഇട്ടു. അങ്ങനെ മീനിന് കുറച്ച് മഞ്ഞച്ചവ ഉണ്ട്, എൻ്റെ വായ്ക്ക് മഞ്ഞച്ചവയുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ കണ്ട മഞ്ഞൾപ്പൊടി അങ്ങ് എടുത്ത് തട്ടി തന്നു. അങ്ങനെ മീൻ കറിയും വെച്ച്, ഒരു തോരൻ വെച്ച്, രസം വെച്ച് ഇതെല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ ഒരൊറ്റ ഓട്ടം കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിഞ്ഞ് നിന്നില്ല. ഇവിടെ വന്ന് കുഞ്ഞിനെ കുളിപ്പിക്കണം, പിന്നെ കുറേ ജോലിയുണ്ട്, മുറ്റമൊക്കെ അടിക്കാനുണ്ട്, അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട്. അങ്ങനെ തകർത്ത് മീനൊക്കെ അരച്ച് കലക്കി ഇതാ റെഡിയാക്കി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അരിയടുപ്പിലിട്ടു. ഒരു കുഞ്ഞു കലത്തിലാണ് അരിയടുപ്പിടുന്നത്. 1/2 കിലോ അരിയുണ്ട്. ഇത്രയുള്ള കൊച്ചു കലത്തിലേ വയ്ക്കുകയുള്ളൂ. അത് പണ്ടേ ഉള്ളൊരു ശീലമാണ്, എന്ത് വച്ചാലും കലം നിറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും അരി നിറഞ്ഞിരിക്കും. അത് കറികളായാലും അങ്ങനെ തന്നെ ചെറിയ ചെറിയ കലങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം. കുഞ്ഞു കുഞ്ഞു കലങ്ങളിലേ എല്ലാം വയ്ക്കുകയുള്ളൂ. എന്ത് വച്ചാലും ആ കലം നിറഞ്ഞിരിക്കണം. എപ്പോഴും നിറവാണ് ആ ആളിന് പ്രത്യേകതയാണ്. നമ്മൾ കുറച്ച് വലിയ കലം ഇടുകയും അതിനെയൊക്കെ മാറ്റി, ഇതിൽ വേണ്ട, ഇതിലൊന്നും വയ്ക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ മാറ്റി വയ്ക്കും. നമ്മളെപ്പോലെയൊന്നുമല്ല. അങ്ങനെ ഞാൻ പയർ തോരനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കൊടുത്തു. കുറച്ച് അരി മാത്രം പഠിച്ചില്ല, ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങ് പോന്നു. അരി പഠിച്ചോളാമെന്ന് പറഞ്ഞു. ഗുളികയൊക്കെ കഴിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, കാണാതിരിക്കരുത്, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അച്ചമ്മ ചേച്ചി മസാല ദോശയൊക്കെ സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ സുപ്രിയ വടംവലി മത്സരത്തിൽ തോറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. രാവിലെ വലിയ ആളായിട്ടൊക്കെ പോണാണ്ട് വടം വലിക്കാൻ വേണ്ടി അത് തോറ്റ് തുന്നം പാടി തിരിച്ചു വന്നില്ലേ, അതിലെനിക്ക് ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു. പിന്നെ ഇന്നാൾ വീഡിയോയിൽ മസിലൊക്കെ പിടിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവരെ വീഡിയോ എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരെൻ്റെ വീഡിയോ കാണില്ല. അത് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ മീൻ കറിയിൽ 50 പ്രാവശ്യം ഉപ്പ് നോക്കി കേട്ടോ. 50 പ്രാവശ്യം ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഒരു മഞ്ഞേരെ ചൊവ്വ എനിക്ക് തോന്നി, അമ്മയ്ക്ക് തോന്നുന്നില്ല. അങ്ങനെ എൻ്റെ വയറ് നിറഞ്ഞു ഉപ്പ് നോക്കി. അങ്ങനെ രസമായി, മീൻ കറിയായി, തോരനായി, ഫ്രൈ